കുടുംബ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച പരമ്പരയാണ് സ്വാന്തനം. ഒരു കൂട്ടുകുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ പരമ്പര കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അവസാനിച്ചത്. അത്രയേറെ സ്വീകാര്യത ലഭിച്ച സീരിയലായതുകൊണ്ട് തന്നെ പരമ്പര അവസാനിച്ചിട്ട് ആരാധകർ ഇപ്പോഴും സ്വാന്തനം താരങ്ങളെ അതേ കഥാപാത്രങ്ങളായി തന്നെയാണ് സ്നേഹിക്കുന്നത്. താരങ്ങളെല്ലാം പുതിയ പ്രൊജക്റ്റുകളുടെ ഭാഗമായെങ്കിലും ഇപ്പോഴും ആരാധകർ താരങ്ങളെ കാണുമ്പോൾ അടുത്തു കൂടുന്നത് സ്വാന്തനം സീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും സ്നേഹം അറിയിക്കാനുമാണ്. സാധാരണ സീരിയലിൽ നിന്ന് വേറിട്ട ചിത്രീകരണമായിരുന്നു സ്വാന്തനം പരമ്പരയുടെ മികവിന് മറ്റൊരു കാരണമായത്. സ്വാന്തനം സീരിയലിൽ അഭിനയിച്ച ശേഷം ജനസ്വീകാര്യത നേടിയവരിൽ പ്രധാനിയായിരുന്നു സിനിമ സീരിയൽ താരം രക്ഷ രാജ്. സ്വാന്തനത്തിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രക്ഷ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ അടുത്തിടെ സംപ്രേഷണം ആരംഭിച്ച ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന പരമ്പരയിൽ നായികയാണ്. യുവ കൃഷ്ണയാണ് സീരിയൽ രക്ഷയുടെ നായകൻ. അപ്പുവിനെ പോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജാനകി ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇപ്പോഴിതാ സൈന സൗത്ത് പ്ലസിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ രക്ഷ തൻ്റെ സീരിയൽ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും പങ്കിട്ടു. 2 വർഷം മുമ്പായിരുന്നു രക്ഷയുടെ വിവാഹം. സേവ് ദി ഡേറ്റ് മുതൽ വിവാഹം വരെയുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആർക്കജാണ് രക്ഷയെ വിവാഹം ചെയ്തത്. മോഡലിങ്ങിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ രക്ഷയുടെ അരങ്ങേറ്റം കമർക്കാറ്റ് എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു. പിന്നീട് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയൽ ചെയ്തുകൊണ്ട് സീരിയൽ രംഗത്തേക്ക് എത്തുകയായിരുന്നു. ജാനകിയുടെയും അഭിയുടെയും വീട് സീരിയലിലെ തൻ്റെ കഥാപാത്രമായ ജാനകിയെക്കുറിച്ചാണ് രക്ഷ ആദ്യം സംസാരിച്ചത്. സ്വാന്തനത്തിൽ അവതരിപ്പിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സ്വാന്തനം സീരിയൽ അവസാനിച്ചപ്പോൾ ആഗ്രഹിച്ചതുപോലൊരു കഥാപാത്രം ലഭിക്കുകയായിരുന്നു. സ്വാന്തനത്തിൽ അപ്പുവിനെ പോലെ ചില സ്വഭാവങ്ങൾ തനിക്കുണ്ടെന്ന് രക്ഷ പറയുന്നു. അപ്പുവിനെ പോലെ കുറച്ച് കുസൃതിയും പിണക്കവും ഒക്കെ എനിക്കുണ്ട്. ജാനകിയുടെ ചില സ്വഭാവങ്ങളുമുണ്ട്. അപ്പുവിൻ്റെയും ജാനകിയുടെ മിക്സാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം എന്ന് രക്ഷ പറയുന്നു. പിന്നീട് അഭിനയത്തിൽ തുടരാൻ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ച് നടി സംസാരിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിനെ അങ്ങനെ കാണാറില്ല. ബ്രേക്ക് സമയത്ത് മാത്രമാണ് കാണാറുള്ളത്. കല്യാണം കഴിഞ്ഞ് 6ാം ദിവസം ഷൂട്ടിന് പോയ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഹണിമൂൺ ഒന്നും പോകാൻ പറ്റിയില്ല. ആദ്യത്തെ ആനിവേഴ്സറിയുടെ സമയത്താണ് ഹണിമൂൺ എന്ന പേരിൽ ഞങ്ങൾ യാത്ര പോയത്. തൻ്റെ എല്ലാ തിരക്കുകളും മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെയാണ് തനിക്ക് ലഭിച്ചതെന്ന് രക്ഷ പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടെ വിളിച്ചു കൊണ്ടിരിക്കുകയൊന്നുമില്ല. നീ എപ്പോൾ ഫ്രീ ആകുന്നുവോ അപ്പോൾ തന്നെ വിളിച്ചാൽ മതി എന്നാണ് പറയാറുള്ളതെന്നും രക്ഷ പറയുന്നു. അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നയാളാണ്, ടെൻഷൻ തരില്ല. എൻ്റെ വർക്കിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് രക്ഷ പറയുന്നു.